ഇന്നൊരു ബ്യൂട്ടിഫുൾ സണ്ണി ഡേ ആണ്. ബ്യൂട്ടിഫുൾ സണ്ണി ഡേ എന്ന് പറയുമ്പോൾ നല്ല സണ്ണാണ്. എനിക്ക് അത്ര ബ്യൂട്ടിഫുള്ളായി തോന്നുന്നില്ല, കാരണം ഇപ്പോഴേ ഇങ്ങനെ നമുക്ക് ചൂടുകൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടു തുടങ്ങി. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, പുറത്തിറങ്ങി നടക്കാൻ നല്ല രസമുള്ളൊരു ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഫാമിലേക്ക് വന്നേക്കാണ്. എന്തിനാണെന്നറിയോ? ഫ്രൂട്ട് പിക്കിങ്ങിന്. അപ്പം പണ്ട് 6 കൊല്ലം മുമ്പാണ് ഞങ്ങൾ സ്കോട്ട്ലൻഡിലൊരു ഫ്രൂട്ട് പിക്കിങ്ങിന് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഓസ്ട്രേലിയയിൽ ഒരു പ്രാവശ്യം പോയി ആപ്പിൾ പിക്കിങ്ങിന്. അങ്ങനെ പൊട്ടിക്കണമല്ല, മരത്തിൽ നിന്ന് പൊട്ടിക്കണം. അത് രണ്ടുമാണ് ആകെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ചെറിയ കുഞ്ഞായിരുന്നപ്പോഴാണ് പോയിട്ടുള്ളത്, 2 വയസ്സെന്തോ. എല്ലയ്ക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസേ ഇല്ല. അപ്പോൾ എല്ലാണെങ്കിൽ ഫ്രൂട്ട്സ് തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, അപ്പോൾ സ്ട്രോബെറി എസ്പെഷ്യലി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഫ്രൂട്ട് പിക്കിങ്ങിന് വന്നേക്കാണ്. എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെന്നുള്ളത് അറിയില്ല, സ്ട്രോബെറി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ അത് ബേസ് ചെയ്ത് വന്നേക്കാണ്. അപ്പോൾ പൊട്ടിക്കാൻ പോവാ. വലിയ ഫാം എന്ന് വെച്ചാൽ ഇങ്ങനെ കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അവരോട് എഴുതി വെച്ചേക്കാണ് 35,000 സ്ട്രോബെറി പ്ലാന്റ്സ് ഉണ്ട്, അതായത് ഏകദേശം 6 മൈൽ. പിന്നെ എത്ര 1000 സംതിങ് റാസ്ബെറിയോ സംതിങ് ഉണ്ട്, അതായത് ഏകദേശം 1 മൈൽ നീളത്തിൽ റാസ്ബെറി പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, അതായത് കോളിഫ്ലവർ, ബ്രോക്കലി, ബീൻസ്, പിന്നെ ഇങ്ങനെ പല ഈ റെഡ് കറൻസ്, ബ്ലാക്ക് കറൻസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് സ്ട്രോബെറിയും റാസ്ബെറിയാണ് നമുക്ക് പിക്കിങ്ങിന് റെഡിയായി നിൽക്കുന്നത്. പക്ഷെ അതും സ്ട്രോബെറി ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങി, കാരണം വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാമോ, കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, പിക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ വന്നിട്ടുള്ള ഫാമിൻ്റെ പേര് പറയാൻ പറഞ്ഞു, ഗ്രേസ് ഫാം എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ പല ഫാമും പല ടൈപ്പാണ്. ഇവിടെ നമുക്ക് എൻട്രി ഫീ ഒന്നുമില്ല. നമ്മൾ എന്തൊക്കെ പിക്ക് ചെയ്യുന്നോ ആ സാധനം അവരവിടെ തൂക്കം നോക്കി അതിനുള്ള പൈസ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോ ഫാമിൻ്റെ അവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് സ്പിനാച്ചാണ്, സ്പിനാച്ചിന് കിലോന് 390 ആണ്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് പിക്ക് ചെയ്യാം, പേ ചെയ്യാം. വേറെ കുറേ ഫാമുകളിൽ ഒരു എൻട്രി ഫീ ഉണ്ട്, ആ എൻട്രി ഫീ കൊടുക്കുക. പക്ഷെ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ അത്രയും എമൗണ്ട് അതിൽ നിന്ന് ആ എൻട്രി ഫീ തന്നെ അതിൽ എടുക്കും. അങ്ങനെ പലതരത്തിൽ ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ വന്നപ്പോൾ കുറേ പേരൊക്കെ വീട്ടിൽ നിന്ന് ബാസ്ക്കറ്റും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, പിള്ളേരെ പിക്ക് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ബാസ്ക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് അവർ 1 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാസ്ക്കറ്റ് തരും. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം, പിന്നെ വരുമ്പോഴും നമുക്കത് ഉപയോഗിക്കാം. റീയൂസബിൾ ആയിട്ടുള്ള ബാസ്ക്കറ്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി പിക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇങ്ങനെ ഗ്രീൻ ഹൗസ് പോലെയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് സ്റ്റാൻഡുകളുമേ ഒക്കെ ഉള്ള ട്രീ ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ തൂങ്ങി കിടക്കുകയാണ്, നല്ല ക്ലീനാണ്, കുറച്ചുകൂടെ വലുതാണ്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ താഴെയാണ്, ഈ ഗ്രൗണ്ടാണ് ഇങ്ങനെ പാച്ച്ഡായിട്ട് കിടക്കുക, വെള്ളം കണ്ടിട്ട് മാസങ്ങളായ പോലെ. എന്നിട്ട് ഒക്കെ താഴെ എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു സ്ട്രോബെറി ഇങ്ങനെ കൂരച്ച പോലെ ഇരിക്കുന്നുണ്ട്. അതിന് വലുതാവാത്തതാണോ, പക്ഷെ അങ്ങനെ തന്നെ എന്തുകൊണ്ട്, കാരണം അവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളതായാലും വലിയ സൈസൊന്നുമില്ല, ചെറുതാണ്. പക്ഷെ നല്ല ഫ്രഷ് ആവുമായിരിക്കും. വേണമെങ്കിൽ നമ്മളീ പറയില്ലേ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര അതും ഇതൊക്കെ ചെയ്തിട്ടുള്ള സ്ട്രോബെറീസാണ് വലുപ്പം വരാമെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ അല്ലാണ്ട് വേണമെങ്കിൽ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ളതായിരിക്കാം. പക്ഷെ ഒരു നിറവ് അങ്ങോട്ട് കാണുന്നില്ല.
ആദ്യം തുടക്കത്തിൽ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ കുരച്ചതാണ്. പക്ഷേ അതിക്കേണ്ടി വന്നേടാ നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ട് പറയാം ഇപ്പം ടെക്നിക്ക് പിടികിട്ടിയെന്ന് പറയില്ലേ, നല്ല ഹെവി നല്ല വലുതുകൾ ഏറ്റവും അടിയിലേക്ക് ഇങ്ങനെ വീണ്ടെടുക്കുക. അപ്പോൾ നമ്മൾ ചെടിക്ക് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുമ്പോൾ അടിയിലത് കണ്ട ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് നല്ല ബെസ്റ്റ് സാധനങ്ങൾ അടിയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഞങ്ങൾ ഈ പൊട്ടിച്ച് ആദ്യമായിട്ടതൊക്കെ മൂക്കാത്തതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല സാധനങ്ങളുണ്ട്, നല്ല ഇങ്ങനെ ബ്രൈറ്റ് റെഡ്. നമുക്കിങ്ങനെ അത് ഇത്രയും നല്ല വെളിച്ചത്തിൽ കാണുമ്പോഴേ നല്ല രസം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫ്രൂട്ട് പിക്കിങ്ങിന് പോയപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് ഇത് മുഴുവൻ പൊട്ടിച്ചിട്ട് എന്തിനാ ഐക്കിക്ക് അന്ന് ഇന്നും ഫ്രൂട്ട്സ് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ തിന്നണമല്ലോ എന്ന് പറഞ്ഞിട്ട് അധികമൊന്നുമില്ല, എല്ലാം ഇത്തിരി എടുത്ത്. പക്ഷേ ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് പൊട്ടിക്കാം. കാരണം ഞാൻ എല്ലാം കൂടി ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് തിന്നാൻ ഞങ്ങൾക്ക് വേറെ ആളെ നോക്കണ്ട. ദൈവനും ഞങ്ങൾ 3 പേര്, ഇവനെ എപ്പോഴും ഞങ്ങൾ കൂട്ടില്ല, ഐക്കിനെ ഞങ്ങൾ ഇപ്പോഴും കൂട്ടിയിട്ടില്ല. പക്ഷെ ഞാനും എല്ലയും സാമിയും കൂടി ഞങ്ങളെല്ലാം തിന്നും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നിറച്ച് പൊട്ടിക്കാമെന്ന്. ആലോചിച്ച് നോക്കി ആക്ച്വലി എല്ലായിടത്തോട്ടെ ഈ പിക്കിയറോൺ എന്ന് പറയുന്ന സംഭവത്തിലൊക്കെയുള്ള ട്രിക്ക് ഇതാണ്. അതായത് അവർക്ക് ഫ്രീ ആയിട്ട് ലേബർ കൂലിയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ 100-100 ആൾക്കാരല്ലേ നിന്ന് പണി ചെയ്യുന്നത്. എല്ലാവരും പിക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി നമ്മൾ തന്നെ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് പോകും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് നല്ല സുഖം, ഫ്രീ ലേബർ കിട്ടുകയാണ്. എല്ലാവരും പിക്ക് ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു, വാങ്ങുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പം പിള്ളേരൊക്കെ നോക്കുമ്പോൾ കുറേ എണ്ണം പൊട്ടിച്ച് പ്ലീയാക്കി അവിടെ ഇട്ട് ചവിട്ടി നടക്കുന്നു, അങ്ങനെ കുറേ വേസ്റ്റേജ് വരുന്നുള്ള സത്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ രണ്ട് ത്രാസിൽ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും ലാഭം. അതുകൊണ്ടായിരിക്കും അവർ നടത്തണേ. നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഒരു വിൻ-വിന്നാണ്. നമുക്കും നല്ല രസം, അവർക്കും നല്ല രസം. ആക്ച്വലി പണ്ട് ആപ്പിൾ പിക്കിങ്ങിന് പോയപ്പോഴാണെന്ന് തോന്നും അവർ പറഞ്ഞു ഇവിടെ തിന്നാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാക്സിമം തിന്നാം, ബാക്കി നിങ്ങൾ വേ ചെയ്തിട്ട് പൈസ കൊടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും എല്ലാം കൂടെ മിക്കവാറും 2 കിലോ ഇവിടെ തിന്നിട്ടേ പോകുള്ളായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു നിയമം ഇവിടെ ഇല്ല. നമ്മളിവിടുന്ന് പറിക്കുമ്പോൾ മുഴുവൻ പേ ചെയ്തിട്ട് വേണം പോകാൻ. സ്ട്രോബെറി കഴിഞ്ഞു. റാസ്ബെറിയുടെ അവിടെ എത്തി. റാസ്ബെറി പിന്നെ എനിക്ക് കുമ്പിട്ട് കിടന്ന് പൊട്ടിക്കണ്ട. റാസ്ബെറി എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ ഇച്ചിരി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്തിരി പൊട്ടിക്കും. പക്ഷെ നല്ല വെയിലായോണ്ടെങ്കിൽ ഇവന് ദാഹിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ ബോട്ടിൽ കാറിലും വെച്ചു. അപ്പോൾ ആകെപ്പാടെ നല്ല ക്ഷീണമായി. എല്ലാവർക്കും ക്ഷീണമായി. ആർക്കും പൊട്ടിച്ച സ്ട്രോബെറി താങ്ങാനുള്ള ശക്തിയില്ലാത്ത അവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം അമ്മ പിടിച്ചോ എന്നുള്ള അവസ്ഥയായി. പിന്നെ അയ്യോ എനിക്ക് വയ്യണ്ടായി ശരിക്കും. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. പണ്ടെപ്പോഴോ ഇങ്ങനെ എനിക്കൊന്ന് സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഇതിൽ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ എവിടെയോ പോയിപ്പോൾ അവിടുത്തെ പോലത്തെ വീടുകളിൽ താമസിച്ച് അവിടുത്തെ പശുവിനെ കറക്കുന്നതോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് അതിനെ അവർ ടൂറിസ്റ്റ് ആക്കിയേക്കാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ ഞാനും ആലോചിക്കായിരുന്നു നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഫ്രൂട്ട് പിക്കിങ് ഉണ്ടെങ്കിൽ ആൾക്കാർ പോകുമായിരിക്കും. പക്ഷേ പിന്നെ ഞാനിരുന്ന് ആലോചിച്ചു നമ്മുടെ നാട്ടിലത്തെ ഫ്രൂട്ട്സൊക്കെ പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പഴം, മാങ്ങ, ചക്ക, അതിൻ്റെയൊക്കെ പിക്കിങ് പോലെ നമുക്കിങ്ങനെ പറക്കിയിടാൻ പറ്റുന്ന സാധനങ്ങളല്ലല്ലോ. മാങ്ങയൊക്കെ പൊട്ടിക്കണമെങ്കിൽ മറ്റേ ടൂറിസ്റ്റിന് വന്നിട്ട് പൊട്ടിക്കണമെങ്കിൽ മറ്റേ മാവുമ്മ കയറി പൊട്ടിച്ച് അങ്ങനെയൊക്കെയാവും. എനിക്കറിയില്ല നമ്മുടെ നാട്ടിലതുകൊണ്ട് എന്തൊക്കെ ഫ്രൂട്ട്സ് അങ്ങനെ പിക്കിങ് നടത്താൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഐ തിങ്ക് ഒരു നല്ല രസമുള്ള കാര്യമായിരിക്കും. ഭയങ്കര ചൂടാവുന്നതിന് മുമ്പ് വരാനാകുന്നതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ വന്ന് പറക്കലായിരുന്നുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ ക്യൂവിൽ കുറേ നേരം നിന്നിട്ടാണ് ഇത് ബില്ല് ചെയ്ത് കിട്ടിയത്. അപ്പോൾ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 1.25 കിലോൻ്റെ അടുത്ത് സ്ട്രോബെറി ഉണ്ടായിരുന്നു. പിന്നെ റാസ്ബെറി ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി പിക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ ബില്ല് ചെയ്തു. അപ്പോൾ അതായിരുന്നു ഡേ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ
എന്താ പറയുക കരിഞ്ഞു പോയ അവസ്ഥയിലാണ്. അപ്പോൾ വേഗം വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ എന്തിട്ടായാലും ഫ്രൂട്ട് പിക്കിങ് അടിപൊളിയെന്ന് വെച്ചാൽ 2 ഫ്രൂട്ടേ കിട്ടിയുള്ളൂ. പക്ഷേ എന്നാലും നല്ല രസമായിരുന്നു. നമുക്ക് തന്നെ കഴിക്കാനുള്ള ഫ്രൂട്ട്സ് അങ്ങനെ പിക്ക് ചെയ്തെടുക്കുക നല്ലൊരു ഫീലിംഗ്. എന്തായാലും എല്ലാവരും അതുപോലെ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യൂ. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.